ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ മണിച്ചേട്ടൻ്റെ പാടിയിലാണ് കേട്ടോ. ഇത് പാടിയിലേക്കുള്ള ഫ്രണ്ട് ഗേറ്റ് ആണ് കേട്ടോ. ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ മണിച്ചേട്ടൻ്റെ പാടിയിലെ ഒരു വീട് കാണാം. അതിമനോഹരമായ സ്ഥലമാണ് കേട്ടോ പാടി. ഈ വീട്ടിലിപ്പോൾ വാടകക്കാരാണ് താമസിക്കുന്നത്. നാടൻ പാട്ടുകളുടെ രാജാവാണ് നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ. ഇനി നമുക്ക് മണിച്ചേട്ടൻ്റെ പാടിയുടെ ഉള്ളിലേക്ക് പോയാലോ? വാ. ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ മണിച്ചേട്ടൻ്റെ പാടി. മണിച്ചേട്ടൻ്റെ വീടും പാടിയും സ്മാരകവും കാണാനായിട്ട് ഇപ്പോഴും ഒരുപാട് ആരാധകരൊക്കെ വരുന്നുണ്ട് കേട്ടോ. 1971 ജനുവരി 1 ചാലക്കുടിയിലാണ് മണിച്ചേട്ടൻ ജനിച്ചത്. 2016 മാർച്ച് 6 കൊച്ചിയിൽ വെച്ചാണ് മണിച്ചേട്ടൻ മരിച്ചത്. 45-ാമത്തെ വയസ്സിലാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയത്. ചാലക്കുടി കുന്നിശ്ശേരി വീട്ടിൽ രാമൻ മണി എന്ന കലാഭവൻ മണിച്ചേട്ടൻ നടനും ഗായകനുമായിരുന്നു. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകൾ ഉൾപ്പെടെ 250-ലധികം സിനിമകളിൽ മണിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഹാസ്യ കഥാപാത്രങ്ങളിലും വില്ലൻ വേഷങ്ങളിലും മണിച്ചേട്ടൻ പ്രശസ്തനായിരുന്നു. 1999 വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ രാമു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് നമ്മുടെ മണിച്ചേട്ടന് ദേശീയ ചലച്ചിത്ര അവാർഡും പ്രത്യേക ജൂറി അവാർഡും കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ ആദ്യമായി ദേശീയ ചലച്ചിത്ര അവാർഡും പ്രത്യേക ജൂറി അവാർഡും നേടിയത് നമ്മുടെ സ്വന്തം ചാലക്കുടിയിലെ മണിച്ചേട്ടനാണ്. കോഴിക്കോട്ട് നിന്ന് മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലങ്ങൾ കാണാൻ വന്ന് മണിച്ചേട്ടൻ്റെ അടുത്ത ആരാധകയുടെ പാട്ടൊന്ന് നമുക്ക് കേട്ടാലോ? കലാഭവൻ എന്ന നാടക സംഘത്തിലൂടെ മിമിക്രി കലാകാരനായാണ് മണിച്ചേട്ടൻ തൻ്റെ കരിയർ ആരംഭിച്ചത്. വിജയകാന്ത്, ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രത്തിലൂടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് മണിച്ചേട്ടൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. അക്ഷരം എന്ന സിനിമയിൽ ഒരു ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ ചലച്ചിത്ര ലോകത്തിലെത്തിയെങ്കിലും സുന്ദർദാസ് ലോഹിതദാസ് കൂട്ടുകെട്ടിൻ്റെ സല്ലാപം എന്ന സിനിമയിലെ ചിത്തുകാരൻ രാജപ്പൻ്റെ വേഷം മണിച്ചേട്ടനെ മലയാള ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയനാക്കി. ഇവിടെ പാടിയിൽ ചെറിയ ഒരു കെട്ടിടം ആകെ ഇടിഞ്ഞു നശിച്ച് കിടക്കുന്നത് കണ്ടു. ഷൂട്ടിങ്ങില്ലാത്ത സമയത്ത് നാട്ടിലുള്ളപ്പോൾ മണിച്ചേട്ടൻ കൂട്ടുകാരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചത് ഈ പാടിയിലാണ്. അന്നത്തെ ഈ ചെറിയ കെട്ടിടം ഇപ്പോൾ ആരും നോക്കാനില്ലാതെ തകർന്നു കിടക്കുകയാണ്. മണിച്ചേട്ടൻ്റെ വീടിനടുത്തുള്ള മണിച്ചേട്ടൻ്റെ ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ ഈ പാടി. ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ കെട്ടിടത്തിൻ്റെ പുറകുവശത്തും ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മരങ്ങളുടെ പുറകിൽ കാണുന്ന വലിയ പുഴ ചാലക്കുടി പുഴയാണ് കേട്ടോ. നമുക്ക് ആ പുഴയുടെ തീരത്തേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ചാലക്കുടിയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു മണിച്ചേട്ടൻ. ആ ഓട്ടോയുടെ പേരാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. നമ്മൾ കണ്ട കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായി പണി പൂർത്തിയാവാത്ത വേറൊരു കെട്ടിടവും കാണാം. മണിച്ചേട്ടൻ 4ാം ക്ലാസ് വരെ ചാലക്കുടി GLPS ഈസ്റ്റ് സ്കൂളിലും 10ാം ക്ലാസ് വരെ ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലുമാണ് പഠിച്ചത്. മണിച്ചേട്ടൻ്റെ സഹോദരൻ രാമകൃഷ്ണൻ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, സലീം കുമാർ എന്നിവരോടൊപ്പം ബാംബു ബോയ്സിൽ ഒരു അതിഥി വേഷത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ഒരുപാട് പാവപ്പെട്ടവർക്കായി മണിച്ചേട്ടൻ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഒരു ദിവസം ഏകദേശം 20 പേരെങ്കിലും മണിച്ചേട്ടൻ്റെ വീട് സന്ദർശിക്കാറുണ്ട്. മണിച്ചേട്ടൻ എല്ലാ മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങൾക്കും സംഭാവന നൽകുകയും ഗ്രാമത്തിലെ സ്കൂളുകൾക്ക് ഫണ്ട് നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. കലാഭവൻ മണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വിനയൻ സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി. മണിച്ചേട്ടൻ്റെ ഗസ്റ്റ് ഹൗസിൽ കയറി വരുന്ന സ്ഥലത്ത് തന്നെ മണിച്ചേട്ടൻ്റെ മനോഹരമായ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും മണിച്ചേട്ടൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പോലും ആർക്കും കഴിയുന്നില്ല. അത്രയ്ക്കും സ്നേഹമാണ് മണിച്ചേട്ടനോട് എല്ലാവർക്കും. നമ്മൾ മുന്ന് കണ്ട താഴെയുള്ള ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയ ഒരു നടപ്പാത പോലെ ഒരു വഴി താഴേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതിലെ ഇറങ്ങി
പുഴയിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം, വായോ. താഴേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും സാരമില്ല. നമ്മുടെ മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് വന്നിട്ട് താഴേക്ക് ഇറങ്ങാതെ തിരിച്ചു പോകുന്നത് മോശമല്ലേ? മണിച്ചേട്ടൻ 2016 മാർച്ച് 6 വൈകുന്നേരം 7:15 45-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. തലേദിവസം രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മണിച്ചേട്ടൻ ICUയിൽ ആയിരുന്നു. പാരസെറ്റമോളിനൊപ്പം അമിതമായ അളവിൽ മെഥനോൾ അടങ്ങിയതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. മെഥനോൾ എന്ന് പറയുന്നത് നിയമവിരുദ്ധ മദ്യമായ അരാക്കിൽ കാണപ്പെടുന്ന വിഷരാസവസ്തുവാണ്. അങ്ങനെ നമ്മൾ ചാലക്കുടി പുഴയുടെ തീരത്തെത്തിയിട്ടാണ്. അവിടെ നോക്കി, ചാലക്കുടി പുഴയിലെ പാലത്തിൽ കൂടി വാഹനങ്ങൾ പോകുന്നത്. ചാലക്കുടി പുഴ നിറഞ്ഞു കവിഞ്ഞ് മനോഹരിയായി ഒഴുകുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. പുഴയുടെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് പേർ അലക്കുകയും കുളിക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ആരുടെയും ശല്യമില്ല, സമാധാനം ആയിട്ട് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മണിച്ചേട്ടൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും നമ്മൾ. ഈ ചെറിയ വഴിയിൽ കൂടെയാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങി വന്നത്. ഇനി നമുക്ക് തിരിച്ച് ഈ വഴിയിൽ കൂടെ തന്നെ കയറി പോകാം. ഈ വഴിയിൽ കൂടെ താഴേക്ക് ഇറങ്ങാനും കയറാനും കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും താഴേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കയറുമ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ മണിച്ചേട്ടൻ്റെ വീട്ടിലേക്കും പിന്നെ സ്മാരകത്തിലേക്കും പോയിട്ട് വന്നാലോ? കാസർഗോഡ് നീലേശ്വരത്തിലെ മണിച്ചേട്ടൻ്റെ ഫാൻസുകാർ വെച്ച ഫ്ലക്സ് കണ്ടു. ഇത്രേ അകലിൽ നിന്ന് വരെ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന നമ്മുടെ ചാലക്കുടിയിലേക്ക് വരുന്ന മണിച്ചേട്ടൻ്റെ ആരാധകരെ കണ്ടു. ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ വീട്. ഫ്രണ്ടിൽ തന്നെ മണിക്കൂടാരം എന്ന് ഒരു നെയിം ബോർഡും വെച്ചിട്ടുണ്ട്. വക്കാലത്ത് നാരായണൻകുട്ടി എന്ന സിനിമയിൽ മണിച്ചേട്ടൻ വില്ലനായാണ് അഭിനയിച്ചത്. എന്നിരുന്നാലും രാക്ഷസരാജാവ് എന്ന സിനിമയിലാണ് മണിച്ചേട്ടൻ വില്ലനായി ശ്രദ്ധിക്കപ്പെട്ടത്. രാക്ഷസരാജാവ് എന്ന സിനിമയിൽ ഗുണശേഖരൻ എന്ന വക്രബുദ്ധിയായ രാഷ്ട്രീയക്കാരനായിരുന്നു മണിച്ചേട്ടൻ. കരുമാടിക്കുട്ടനിൽ കുട്ടൻ എന്ന ദരിദ്രനായ വിചിത്രനായ വ്യക്തിയായി മണിച്ചേട്ടൻ അഭിനയിച്ചു. ജയറാം നായകനായ വൺമാൻ ഷോയിലൂടെ മണിച്ചേട്ടൻ്റെ അതുല്യമായ ഹാസ്യവേഷത്തിലേക്ക് മടങ്ങി വന്നു. പ്രതികാര നാടകത്തിൽ മാനസിക രോഗത്തിന്റെ ചരിത്രമുള്ള അപ്പുണ്ണി എന്ന കമ്മാരന്റെ വേഷത്തിൽ വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ അഭിനയിച്ച് മണിച്ചേട്ടൻ പ്രശംസ പിടിച്ചുപറ്റി. ഇവിടെയാണ് മണിച്ചേട്ടന്റെ മരണശേഷം അടക്കിയിട്ടുള്ള കല്ലറ. മണിച്ചേട്ടന്റെ വീടിന്റെ സൈഡിൽ ഫ്രണ്ടിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മണിച്ചേട്ടന്റെ പ്രിയപ്പെട്ട ബുള്ളറ്റും ഇരിക്കുന്നത് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ മണിച്ചേട്ടൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നു. ഇതാണ് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹം. ഇവിടെയാണ് മണിച്ചേട്ടൻ്റെ സ്റ്റാച്യുവും മണിച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ ചാലക്കുടിക്കാരൻ ചങ്ങാതിയും പിന്നെ മണിച്ചേട്ടൻ്റെ കുതിരവണ്ടിയും ഉള്ളത്. സ്മാരകത്തിലേക്ക് കയറുമ്പോൾ തന്നെ വലതുഭാഗത്ത് മണിച്ചേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റാച്യു കണ്ടു. ഇത്തരം സന്തോഷത്തിൽ മണിച്ചേട്ടൻ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ മണിച്ചേട്ടൻ നമ്മെ വിട്ടുപോയെന്ന്. കുബേരൻ, ബാംബു ബോയ്സ് എന്നീ കോമഡി ചിത്രങ്ങൾക്ക് ശേഷം മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിലെ സ്വഭാവ വേഷത്തിലൂടെയും മണിച്ചേട്ടൻ ശ്രദ്ധിക്കപ്പെട്ടു. 2002 പുറത്തിറങ്ങിയ 2 ചിത്രങ്ങളും സ്വഭാവ വില്ലൻ വേഷങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിരുന്നു. 2003 മണിച്ചേട്ടൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ വെള്ളിത്തിര, ബാലേട്ടൻ, പട്ടാളം, വാർ ആൻഡ് ലവ് എന്നിവയാണ്. ഇത് മണിച്ചേട്ടൻ്റെ കുതിരവണ്ടിയാണ്. ഈ കുതിരവണ്ടി സ്മാരകത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം. 2004 പ്രിയദർശൻ സംവിധാനം ചെയ്ത സ്ക്രൂ ബോൾ കോമഡി ചിത്രമായ വെട്ടം എന്ന ചിത്രത്തിലൂടെ മണിച്ചേട്ടൻ വീണ്ടും കോമഡി വേഷത്തിൽ തിരിച്ചെത്തി. ഇത് മണിച്ചേട്ടൻ്റെ അവസാനത്തെ ശ്രദ്ധേയമായ സിനിമയാണ്. മാജിക് ലാമ്പിലും മണിച്ചേട്ടൻ ഒരു ചെറിയ വേഷം ചെയ്തു. മണിച്ചേട്ടൻ ചാലക്കുടിയിൽ ഓട്ടോ ഡ്രൈവർ ആയിരുന്നല്ലോ. ഇത് മണിച്ചേട്ടൻ ഓടിച്ചിരുന്ന മണിച്ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷ ആയിരുന്ന ചാലക്കുടിക്കാരൻ ചങ്ങാതിയാണ്. ഓട്ടോറിക്ഷയുടെ നമ്പർ കണ്ടോ? KL45A100. മുകളിൽ ബെൻ 100 എന്നും എഴുതിയിട്ടുണ്ട്. 2005 പുറത്തിറങ്ങിയ അനന്തഭദ്രം എന്ന സിനിമയിൽ അന്ധനായ മാസ്റ്റർ ആയോധന കലാകാരനായ ചെമ്പൻ ഗുരുക്കൾ എന്ന
കഥാപാത്രത്തെ അവതരിപ്പിച്ച മണിച്ചേട്ടൻ്റെ അഭിനയത്തിന് വളരെയേറെ പ്രശംസ ലഭിച്ചു. ബെൻ ജോൺസണിൽ മണിച്ചേട്ടൻ ആദ്യമായി ഒരു ആക്ഷൻ ഹീറോയുടെ വേഷം ചെയ്തു. 2005 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ബെൻ ജോൺസൺ എന്ന സിനിമ. പൗരൻ എന്ന ചിത്രത്തിലെ കോമളൻ എന്ന വില്ലൻ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു. ബെൻ ജോൺസന്റെ വിജയത്തോടെ ലോകനാഥൻ IAS, ചാക്കോ രണ്ടാമൻ, കിസാൻ, പായമ്പുലി, റെഡ് സല്യൂട്ട് എന്നീ സിനിമകളിൽ സമാനമായ നായകവേഷങ്ങൾ മണിച്ചേട്ടൻ അവതരിപ്പിച്ചു. 2007 പുറത്തിറങ്ങിയ ഛോട്ടാ മുംബൈ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിന് മണിച്ചേട്ടന് ധാരാളം പ്രശംസ ലഭിച്ചിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന നടേശൻ എന്ന കഥാപാത്രത്തെയാണ് മണിച്ചേട്ടൻ ഛോട്ടാ മുംബൈയിൽ അവതരിപ്പിച്ചത്. 2009 നിരൂപക പ്രശംസ നേടിയ കുടുംബ നാടകമായ 1000-ൽ ഒരുവൻ എന്ന ചിത്രത്തിൽ മണിച്ചേട്ടൻ ഒരു പ്രധാന വേഷം ചെയ്തിരുന്നു. മണിച്ചേട്ടൻ്റെ മരണശേഷം 2016 പുറത്തിറങ്ങിയ പോയി മറഞ്ഞു പറയാതെ എന്ന സിനിമയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ അവസാനത്തെ ചിത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.